താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. അതെ, 8 വർഷം അതൊരു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നത്തിൻ്റെ ജേണിയാണ്. അപ്പോൾ അത് നാളെ സംഭവിക്കാൻ പോവുകയാണ്. ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് എല്ലാം നല്ലതിനെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നാളെ മലയാളികളും അല്ലാതെയുള്ള എല്ലാ പ്രേക്ഷകരും കണ്ട് സിനിമ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ ഇത് ഒരു ചെറിയ സ്ക്രീനിൽ കാണേണ്ട സിനിമയല്ല, ഇതൊരു ഞങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണണം. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ ടീമും. ഇത് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ എൻ്റെ ഒരു 8 വർഷത്തെ പരിശ്രമത്തിനെയും കാട്ടി ഇതൊരു വലിയൊരു കളക്റ്റീവ് എഫേർട്ടാണ്. ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തൊരു ഇതല്ല, ഇതൊരു ഗ്രൂപ്പായിട്ട് അത്രയും എല്ലാവരും അവരുടെ ഒരു സോള് കൊടുത്ത് ചെയ്തതാണ്. ഇത്രയും എന്നെ പോലെയുള്ളൊരു ഞാൻ ട്രിവാൻഡ്രത്തു നിന്നൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് എൻജിനീയറിംഗ് കഴിഞ്ഞ് ബേസിലായിട്ട് കൂടെ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങി. അവിടെ നിന്ന് ഇത്രയും വർഷം എടുത്തിട്ട് വന്നാൽ പോലും പല സമയത്തും പലരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. എന്നെ പോലെയുള്ളൊരു പുതിയ ഡയറക്ടറിന് ഇത്രയും വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുണ്ട്. അപ്പോൾ ഈ സിനിമ നമ്മൾ വിചാരിച്ചാലും ഇപ്പോൾ 3D ആണെങ്കിലും അത്രയും ഈ നമ്മൾ സാധാരണ മലയാള സിനിമയ്ക്ക് സ്പെൻഡ് ചെയ്യണേക്കാട്ടി കൂടുതൽ VFXനൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആക്ടേഴ്സും, ഇപ്പോൾ സുഹിത്തേട്ടനാണെങ്കിലും ഞാനും സുഹിത്തേട്ടനും ടൊവിയും ആണ് ഇനിഷ്യലി ഇതിൻ്റെ എല്ലാ കോൺവെർസേഷനിലുണ്ടായിരുന്നെങ്കിലും ബാക്കി എല്ലാവരും വന്ന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാവരും ഗ്രാജുവലി വന്ന് ചേരുകയും നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തി. കഴിഞ്ഞൊരു ഒരാഴ്ച ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. എനിക്കിത് ആദ്യമായിട്ടാണല്ലോ, എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഓരോ പ്രശ്നം അവിടെ കണ്ടന്റ് ഇത് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു 120 കണ്ടന്റാണ് കോപ്പി എടുക്കുന്നത്. ഒരു ഫയൽ 150 GB ഉണ്ടെന്നുള്ളത് പോലും അറിയുന്നത് ഇതാണ്. പിന്നെ ഇവിടെ ഇല്ലാത്ത ഞങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറായിട്ടുള്ള അപ്പു ഭട്ടതിരി ഡയറക്ടറാണ്. ഞാനും ബേസിലായിട്ടും ഷോർട്ട് ഫിലിം തുടങ്ങുന്ന സമയത്ത് തന്നെ അപ്പു എഡിറ്ററായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറും മൊത്തം തല ഭ്രാന്തായിട്ടിരിക്കുന്ന ഒരാൾ അപ്പുവാണ്. ഇപ്പൊ ഈ ടൈറ്റില് കാണിക്കുമ്പോൾ ഫസ്റ്റ് ഒരു വാള് കാണിച്ചിട്ടാണ് ARM എന്ന് കാണിക്കുന്നത്. അപ്പൊ അത് ആക്ച്വലി ഒരു ആമാണ്. അപ്പൊ അങ്ങനെ മീൻ ചെയ്തിട്ട് ചെയ്തതാണോ? അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ ഡയറക്ടറിനോട് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് അല്ലെ എവിടെയൊക്കെ ഞങ്ങൾ എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അത് സിനിമയുടെ ആദ്യം ഇറങ്ങിയ പോസ്റ്റർ മുതലേ ഞങ്ങളെല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഒരുപാട് എൻ്റെ അടുത്ത നല്ല സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഒരു വലിയൊരു പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. ജിതിനും സുഹിത്തേട്ടനും ഒരു ഏകദേശം 8 വർഷക്കാലം ഇതിൻ്റെ പുറകിൽ എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ചെറിയ സമയമല്ല. ഒരു 8 വർഷം ഒരു പടത്തിന് വേണ്ടി മെനക്കിടുക എന്ന് പറയുന്നത് ചെറിയൊരു സമയമല്ല. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് അതിഗംഭീരമായി വന്നിരിക്കും. നാളെ അത് റിലീസാവുകയാണ്. അതുപോലെ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ചെയ്ത ഒരു മൂവി വീരം, ജയരാജ് സാറിൻ്റെ വീരം മൂവിക്ക് വേണ്ടിയിട്ട് എനിക്ക് കളരിയൊക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് മുമ്പ് പറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 വർഷത്തോളം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിൽ ടോവി കളരി പഠിക്കുന്നുണ്ട്. വളരെ കുറച്ച് സമയമേ ടോവിക്ക് കിട്ടിയിട്ടുള്ളൂ. ആ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ ഒരുപാട് വർഷമായിട്ട് കളരി പഠിച്ച് ചെയ്യുന്ന ഒരാളുടെ തന്മയത്വത്തോടു കൂടി ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയും കൂടിയാണ്. അതൊരു ആ ഒരു എഫേർട്ട് അതുപോലെ ഈ 3 കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പം ഞാൻ ആ കഥാപാത്രങ്ങളുമായിട്ട് സാധാരണ ഇപ്പോൾ ഒരു 3 കഥാപാത്രങ്ങൾ വരുമ്പോൾ അതിൽ ചിലപ്പം ഏതെങ്കിലും ഇതുമായിട്ടൊരു ബന്ധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ മാനേഴ്സും ഒക്കെ ചിലപ്പോൾ ഒരുപോലെ ഇന്ന് തോന്നിയേക്കാം. പക്ഷേ
ഇതിൽ മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളായി. അതിൽ ബോഡി ലാംഗ്വേജ് ആയാലും ശബ്ദം കൊണ്ടായാലും അങ്ങനെ എല്ലാ രീതിയിലും 3 വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ ടോവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ എന്താ പറയുക, സന്തോഷം, അഭിമാനം തോന്നുന്നൊരു സംഭവമാണ്. കാരണം ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് കൂടുതൽ അത് അറിയാനും പഠിക്കാനും കഴിയുന്ന ഒരു സംഭവമാണ്. അതുപോലെ മറ്റ് എല്ലാ ആൾക്കാരും ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ചിട്ട് എല്ലാവരും ഒരുപാട് ദിവസങ്ങളോളം 100-120 ദിവസത്തോളം ഇതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും ഒരു സ്വപ്നവും നിങ്ങളെല്ലാവരുടെയും പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. 3D തന്നെ ഈ മൂവി കാണാം. കാരണം അതൊരു വിഷ്വൽ ബ്യൂട്ടിയാണ് ഈ മൂവി മൊത്തത്തിൽ. വളരെയധികം സന്തോഷം. പടം അടിപൊളിയായിട്ട് വരട്ടെ. ഈ 8 വർഷം കൊണ്ട് ഇരുത്തം വന്നിട്ട് ഇരിപ്പുറയ്ക്കാത്ത ഒരു സംവിധായകൻ റിപ്പോർട്ട്. അത് എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അത് സ്വീകരിക്കപ്പെടുമോ, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാവുക. പക്ഷേ ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റണം എന്നുള്ളതാണ് ആ ഏറ്റവും വലിയ ടെൻഷനായിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഒരു പ്രോസസ്സിൽ എല്ലാവരും വളരെ ഹാപ്പിയാണ്. കാരണം ആ പ്രോസസ്സിൽ വിശ്വസിച്ച് മാത്രം മുമ്പോട്ട് പോകണം. ആ റിസൾട്ട് ഇപ്പോൾ പ്രൊഡ്യൂസറുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടു. അതായത് എല്ലാവരും ഹാപ്പിയാണ്. അത് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഔട്ട് മലയാളത്തിന് കിട്ടണം എന്നുള്ളൊരു വാശിയിൽ ഉറക്കമില്ലാതെ എത്രയോ നാളുകളായിട്ട് അതിന് പുറകെ ഓടുകയാണ്. കാരണം ഇത്രയും ഭാഷകൾ സെൻസർ ചെയ്യുന്നു, ഇത്രയും അതാത് ഭാഷകളിൽ 2 ഫോമാറ്റിൽ 2Dയും 3Dയുമായിട്ട് അത് അപ്ലോഡ് ചെയ്യപ്പെടണം. അപ്പം അത്രയും എഫേർട്ട് ലാസ്റ്റ് മൊമെന്റ് വരെ. കാരണം ഒരു 1.5 മാസം മുമ്പ് ജിതിനോട് സംസാരിച്ചപ്പം പറഞ്ഞു, ജിതിന് എങ്ങനെ ഓണത്തിനുണ്ടാവുമെന്ന് ചോദിച്ചു. ജിതിൻ പറഞ്ഞു, ഒരു 3 മാസത്തെ വർക്കൗട്ടുണ്ട് പെൻഡിങ്. അപ്പൊ എങ്ങനെ നിങ്ങൾ 1 മാസത്തില് അല്ല അത് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ് ആ ഒരു ഓട്ടത്തിലാണ്, ആ ഒരു ഉറക്കമില്ലാത്ത ആ ഒരു ഓട്ടം തുടർന്നുകൊണ്ട് അത് എന്തായാലും അതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് മനസ്സ് എവിടുന്നോ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തരുന്നൊരു ധൈര്യം. കാരണം അങ്ങനെ ആ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് എനിക്ക് തോന്നുന്നു ഈ കൂടെ നിൽക്കുന്ന എല്ലാവരും ഈ സിനിമയിൽ, എനിക്ക് തോന്നുന്ന ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സും ഇപ്പോഴും അതേ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടെ നടക്കുന്ന ഞാൻ വേറെ സിനിമയിൽ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഇതിന് എണ്ണം കുറഞ്ഞു വരും. കാരണം പലരും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്കും പേഴ്സണൽ സിനിമയുടെ ആവശ്യങ്ങൾക്കായിട്ടും ഉള്ള തയ്യാറെടുപ്പുകളിലായിരിക്കും. പക്ഷെ ഈ സിനിമയിൽ അവരെല്ലാവരും കൂടെ നിൽക്കുന്നതും ഇപ്പോഴും ഇപ്പം ജിതിന് ഇവിടെ ഇരിക്കുമ്പോഴും ജിതിന്റെ മറ്റ് അസിസ്റ്റൻസ് അസോസിയേറ്റ്സ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രോസസ്സ് ചിലപ്പോൾ എല്ലാ സിനിമയിലും കണ്ടുവന്ന് വരില്ല. ആൻഡ് ടോവി ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് നമ്മളെല്ലാവരും, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതിനകത്ത് കാണാനുണ്ട്. നാളെ നിങ്ങൾ കൂടുതൽ അറിയുകയും ചെയ്യും. എനിക്ക് അതിനകത്ത് ഏറ്റവും ഒരു ഭയങ്കര രസകരമായിട്ട് തോന്നിയ ഒരു സിനിമ ചെയ്യേണ്ട ഒരു കാലാവധി ഉണ്ട്. ഒരു മലയാള സിനിമ ഒരു 35-40 ദിവസം അല്ലെങ്കിൽ ഒരു 50 ദിവസം എന്ന് പറയുന്ന ഇതിലാണ് ഒരു അത്യാവശ്യം വലിയ സിനിമ ഷൂട്ട് ചെയ്യപ്പെടുക. അത്രയും ദിവസം തന്നെ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു നടനും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നോർമലി ഇതുവരെ ഉണ്ടാവുക പറയാൻ ഒരു റിലീസിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം പ്രൊമോഷൻ ഉണ്ടാവും. ഈ 3 ദിവസം കൂടെ എല്ലാം മൈൻഡപ്പ് ചെയ്ത് ചെയ്യുന്നതാണ് പതിവ്. അതല്ലെങ്കിൽ അത്രയ്ക്കും വലിയ സ്റ്റാർസിന്റെ മാത്രം അത് മലയാളത്തിൽ ഉണ്ടാവാറില്ല. അത് പക്ഷെ കഴിഞ്ഞൊരു 30-35 ദിവസമായിട്ട് അതിന്റെ പുറകെ നിന്ന് അതിന്റെ ഫുള്ളായിട്ട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞു അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന, മറ്റ് സിനിമകൾ ഒഴിവാക്കി മറ്റു തിരക്കുകൾ ഒഴിവാക്കി നിൽക്കാൻ കാണിക്കുന്ന ധൈര്യം അതൊരു പക്ഷേ ഈ ഔട്ടിൽ നിന്നുണ്ടായതാണ്. ഈ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ അത് ഇത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ട് ഞാൻ കാണുന്നില്ല. അത് ആ പ്രോസസ്സിൽ വിശ്വസിച്ചുകൊണ്ട്. കാരണം ഇങ്ങനൊരു സിനിമ ഒരു പക്ഷേ ലൈഫിൽ എപ്പോഴും കിട്ടിക്കോണമെന്നില്ല. അതും 50ാമത് ചിത്രമായിട്ട് അത് ഭവിക്കുന്നു. അത് 3 കഥാപാത്രങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതൊരു 6 പടത്തിന്റെ എഫേർട്ട് കൊണ്ട് 3 ഭാവത്തിൽ ചെയ്യുന്നു. ടോവി എന്ന ആക്ടറിന് എനിക്കൊന്ന് ഇവോൾവ് ആയി വന്നത് ഒരു സിനിമ എന്ന് പറയപ്പെടുന്നത് ഇതായിരിക്കും. കാരണം 3 ഭാവത്തിൽ അഭിനയിക്കുക, 3 പേർക്ക് 3 സ്വഭാവമാണ്. എന്നാൽ അതിനകത്ത് ഒരു ഫോർച്യൂണിന്റെ 3 കാലഘട്ടം എന്ന് വേണേൽ പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ പറയാറുണ്ട് ഒരു 3 തലമുറകളെ ഒരു സ്വത്തോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളോ നിലനിൽക്കുമോ എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 3 കഥാപാത്രങ്ങൾ. അത് അത്രയും ഗംഭീരമായിട്ട് ടോവി ചെയ്തിട്ടുണ്ട്. അത്രയും ഗംഭീരമായിട്ട് എഴുതിയ സുജിത്തേട്ടൻ ആൻഡ് ഇതിനെയൊക്കെ കൂടുന്ന ഒരു പ്രൊഡ്യൂസർ ലിസ്റ്റൻ. കാരണം ഇത്രയും വലിയ റിസ്ക് എടുക്കുമ്പോൾ അതിനൊരു ബിസിനസ് സാധ്യതകൾ വരുമ്പോഴും അത് വേണ്ട, അതിന്റെ റിസൾട്ട് വന്നിട്ട് മതി അങ്ങനെ ഡിസിഷൻ എടുക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യം, ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് മലയാളത്തിൽ നിന്ന് വരികയും ആൻഡ് ആ ഒരു ഡിസിഷൻ എല്ലാ ഭാഷയിലേക്കും പോകുമ്പോൾ ഈ ഒരു സിനിമ എല്ലായിടത്തും എത്തണം
എന്ന് ആ ഒരു നമ്മുടെ മാർക്കറ്റ് വലുതാക്കുകയും ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു എഫേർട്ടും എല്ലാം എല്ലാവരും കാണുന്നുണ്ട്. സോ ആ റിസൾട്ട് നാളെ എന്തായാലും ഉണ്ടാവും. മറ്റേ ആക്ടേഴ്സ് സുരഭിയാണ് എനിക്ക് തോന്നുന്നു ടോവി കഴിഞ്ഞാൽ 2 കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രത്തില് സുരഭിയാണ്. ഓക്കെ അല്ലേ? അതുപോലെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ശിവജിത്ത്, അതുപോലെ ബേസിലിന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞു, ന്യൂമോണിയ, കുട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി. ആൻഡ് ഒരുപാട് പേര് ഇന്നിവിടെ വരാത്ത ഒരുപാട് പേര്, ഹരീഷ് ഉത്തമൻ, ജിതിൻ പുത്തഞ്ചേരി, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. സുധീഷ് ഏട്ടൻ, അനീഷ് ഗോപാൽ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്തിട്ടാണ്. ആൻഡ് അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അത് നാളെ എല്ലാവരും സിനിമ പോയി കാണുക. റെസ്റ്റ് വിൽ ബി ഹിസ്റ്ററി. താങ്ക് യു. ഇല്ല, ഹാപ്പിയാണ്. അല്ല, ഞാൻ ഈ 3D കണ്ടന്റ് എല്ലാം ഇപ്പോഴാണ് പോയത്. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലായിടത്തും ചിലപ്പോൾ 3Dക്ക് മാത്രം ചെറിയൊരു താമസം വരും. ഗൂഗിൾ എല്ലായിടത്തും അപ്ലോഡായി, ഗ്രൂപ്പോ ബോംബെയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു താമസം വരും. ഇപ്പോഴാണ് സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കിട്ടിയത്. ഇപ്പോഴും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൻസർ ഓഫീസറുമായിട്ടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിട്ടിരുന്നത്. അപ്പോൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പം അതിന്റെ താഴെ തന്നെ ചിലതെടുത്ത് ക്യാൻസൽ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ തെറി നമുക്കിട്ടാണ് വരുന്നത്. ഇവര് കൃത്യമായിട്ട് തന്നാലേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ചെറിയൊരു സംഭവമാണ്. പക്ഷെ പടം നാളെ തിയേറ്ററിൽ വരുമ്പോൾ 100% ഹാപ്പി